സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യം ചർച്ച പോലുമില്ലാതെ സർക്കാർ തള്ളിയത് സംഘടനയ്ക്കുള്ളിൽ കനത്ത അമർഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രഖ്യാപിത സമരത്തിന് അപ്പുറം മറ്റ് സമരമുറകൾ വേണ്ടിവരുമോ എന്ന ആലോചനകളും സമസ്തയ്ക്കുള്ളിൽ ഉണ്ട്. എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഈ സ്കൂൾ സമയമാറ്റം അതിൽ ആദ്യമേ തന്നെ എതിർപ്പുമായി എത്തിയത് സമസ്തയായിരുന്നു. എന്നാൽ പിന്നീട് സമസ്ത ഇത് പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കലിലേക്കാണ് സമസ്ത പോകുന്നത്? ഹൈക്കോടതി ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി സമയം 1/4 മണിക്കൂർ വീതം രാവിലെയും വൈകിട്ടുമായി വർദ്ധിപ്പിച്ചത്. ഈ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എതിർപ്പുമായി സമസ്ത രംഗത്തെത്തുകയും സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നിവേദനം നൽകുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം കൃത്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കും, എതിർപ്പുള്ളവരുടെ വാദം കേൾക്കും എന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെ യാതൊരു തീരുമാനവും ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമസ്തയുടെ പോഷക സംഘടനയായ സമസ്ത മദ്രസ അസോസിയേഷൻ ഈ സമരവുമായി രംഗത്തെത്തിയത്. ഇന്നലെ കോഴിക്കോട്ട് വെച്ച് സമര പ്രഖ്യാപനം നടക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മദ്രസ മുതൽ ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലത്തിലുമൊക്കെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ശേഷം ഓഗസ്റ്റിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുക, സെപ്റ്റംബറിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നീ സമരമുറകൾ ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സമസ്ത നേരിട്ട് സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോഴും തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത്. വിദ്യാലയങ്ങളുടെ കാര്യം സർക്കാർ നോക്കിക്കൊള്ളും, മതസംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം കടുപ്പിച്ച് സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. മദ്രസ സമയത്തിൽ വേണമെങ്കിൽ മാറ്റം വരുത്തിക്കൊള്ളൂ എന്ന നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. എന്തായാലും ഇത് വലിയ രീതിയിൽ സമസ്തയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരങ്ങൾക്കപ്പുറം മറ്റു പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ വീണ്ടും ഒരു ആലോചന സമസ്തയ്ക്കുള്ളിൽ നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും സമസ്തയ്ക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ടായിരുന്നു. ലീഗ് അനുകൂലികളായ ആളുകളാണ് ഈ സമര പ്രഖ്യാപനത്തെ കൂടുതലായി അനുകൂലിച്ചത്. എന്നാൽ മറുവിഭാഗത്തിൻ്റെയും പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നു. അതായത് സമസ്ത അധ്യക്ഷൻ നേരിട്ട് പരാതി കൊടുത്തിട്ടും അതിനെ വകവെക്കാത്ത സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് സമസ്ത നേരിട്ട് ഈ സമരമുഖത്തേക്ക് ഇറങ്ങുമോ എന്നതടക്കം പോലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും സർക്കാരും സമസ്തയും തമ്മിലുള്ള ഭിന്നത വലിയ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്ന. ശരി അനീഷ്, ഇതിൽ ഈ അനീഷ് സൂചിപ്പിച്ച പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അന്ന് സമസ്തയുടെ വിയോജിപ്പുണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ആരും അങ്ങനെ ഒരു എതിർപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, അങ്ങനെ അറിയിച്ചാൽ അക്കാര്യം പരിഗണിക്കാം എന്ന തരത്തിൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പരിഗണനയിലേക്ക് പോകേണ്ടതില്ല, അതായത് മതപഠനത്തിൻ്റെ പേരിൽ സ്കൂൾ സമയക്രമം ഇനിയിപ്പോൾ മാറ്റേണ്ടതില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ തുടർന്നാണ് ഈ സമയക്രമം ഇപ്രകാരം മാറ്റിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന് വേണ്ടി കീഴ്പ്പെട്ടു പോയാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റിതര സംഘടനകളും ഇത്തരം ആവശ്യങ്ങളും ഒക്കെയായി രംഗത്തെത്തുമ്പോൾ അതിനോടും സർക്കാരിന് പൊരുത്തപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ അതിന് ഒരുങ്ങേണ്ടി വരുമെന്ന ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സർക്കാർ കടുത്ത ഒരു നിലപാട്, ഇതിൽ കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നത്. യെസ്, അനീഷിലേക്ക് വരാം.